കേബിൾ ടി.വി. ചാനലുകളെ പരിമിതപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം കുത്തക സംസ്കാരവും രാഷ്ട്രീയവും ജനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ജോൺ ബ്രിട്ടാസ് എം.പി. ചെറുകിട കേബിൾ ടി.വി. സംരംഭങ്ങളെ തകർക്കാനുള്ള നീക്കത്തെ ചെറുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സിഒഎ എന്ന ജനകീയ സംരംഭകത്വ കൂട്ടായ്മ ലോകത്തിനു തന്നെ മാതൃകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളും നിബന്ധനകളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുകിട കേബിൾ സംരംഭകരെ പ്രതികൂലമായി ബാധിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇത് കേവലം കേബിൾ ഓപ്പറേറ്ററുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണെന്ന്. അല്ല, ഇത് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക വൈവിധ്യം, കല, അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ടാണ് വന്നു ഭവിക്കുന്നത്. ചെറുകിട കേബിൾ ടി.വി. ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന പരിഷ്കാരങ്ങളും നിബന്ധനകളുമാണ് കഴിഞ്ഞ കുറേ കാലമായി കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ വകുപ്പ് മന്ത്രാലയം കൊണ്ടുവരുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. നാടിൻ്റെയും ജനങ്ങളുടെയും വ്യവഹാരവുമായി ബന്ധപ്പെട്ട വിഷയമാണിത്. കേബിൾ ചാനലുകളെ പരിമിതപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം പ്രാദേശിക സംസ്കാരത്തെയാണ് ഇല്ലാതാക്കുന്നത്. ജിയോ, ഹാത്വേ, ഡെൻ എന്നിവയെപ്പോലുള്ള വൻകിട കുത്തകകളെ സഹായിക്കാനാണ് ഈ നിലപാട്. ജനകീയ താൽപര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം എതിർക്കപ്പെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് വളരെ നിരുപദ്രവകരമായിട്ടുള്ളൊരു തീരുമാനമാണ്, നിലപാടാണ്. അല്ല, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വൻകിട കേബിൾ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഹാത്വേ, ഡെൻ, അതുപോലെ ജിയോ പോലുള്ള വൻകിട കുത്തകകളുണ്ട്. അവരുടെ കണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരടെന്ന് പറയുന്നത് കേരളത്തിലെ ചെറുകിട ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായിട്ടുള്ള സിഇഒ പോലുള്ള സംരംഭങ്ങളാണ്. അവർ ഒരു സംരംഭം കെട്ടിപ്പടുക്കുക മാത്രമല്ല, ഒരു നാടിൻ്റെ ഒരു സാംസ്കാരിക പ്രയാണത്തിൽ അർത്ഥവത്തായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രക്രിയയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് കേന്ദ്ര സർക്കാർ രംഗത്തേക്ക് വന്നത്. വൻകിട കമ്പനികൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ മണ്ണിനെ പരുവപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ. നമുക്കന്യമായ സംസ്കാരങ്ങൾ സാധാരണക്കാരന് മുകളിൽ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ കേബിൾ ശൃംഖലയും നടത്തുന്ന സ്വന്തമായിട്ടുള്ള കേബിൾ ചാനലുകൾ ഒരു ജില്ലയിൽ 2 പരിമിതപ്പെടുത്തണം. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പ്രാദേശിക സംസ്കാരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളുള്ള നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുന്നതിന് വിഘാതമായിട്ടുള്ള ഒരു നടപടിയായിട്ട് ഇത് ഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശത്തെ നഖശിഖാന്തം എതിർക്കേണ്ടത് ജനങ്ങളുടെ താല്പര്യത്തിന് ഉതകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിഡ്കോ പ്രസിഡന്റും സിഒഎ എക്സിക്യൂട്ടീവ് അംഗവുമായ കെ വിജയകൃഷ്ണൻ, KCCL COO N പത്മകുമാർ എന്നിവർ ജോൺ ബ്രിട്ടാസ് എം.പിയെ സന്ദർശിച്ചു. കേബിൾ ബ്രോഡ്ബാൻഡ് മേഖലയിലെ ചെറുകിട സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആവശ്യമായ സഹായം അഭ്യർത്ഥിച്ചു. ഈ വിഷയം പാർലമെന്റിൽ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ജോൺ ബ്രിട്ടാസും അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.